ഐക്യദാർഢ്യ പ്രതിഷേധ റാലിയാണ്. സന്യാസിമാരെ അന്യായ തടങ്കലിൽ വച്ചതിനെതിരായ ഐക്യദാർഢ്യ പ്രതിഷേധ റാലി എന്നെഴുതിയ പ്ലക്കാർഡും ഏന്തിക്കൊണ്ടാണ് പ്രതിഷേധം. തിരുവനന്തപുരം കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സഭകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധം. പാളയത്തു നിന്ന് രാജ്ഭവനിലേക്കാണ് പ്രതിഷേധ മാർച്ച്. വായ മൂടിക്കെട്ടിയുള്ള പ്രതിഷേധമാണ്, വലിയ പ്രതിഷേധമാണ് ക്രൈസ്തവ സഭകൾ ഈ വിഷയത്തിൽ നടത്തുന്നത്. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, ഇത് വിവിധ സഭകളുടെ സംയുക്ത റാലിയാണ്. വിശദാംശങ്ങൾ എന്താണ്? അവസാനിപ്പിക്കുക, അന്യായമായി തുറങ്കലിൽ അടച്ച സന്യാസിനിമാർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കുക, ഭാരതത്തിൽ മതസൗഹാർദ്ദം നിലനിർത്തുക. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്കാണ് പ്രതിഷേധ മാർച്ച്. വിവിധ ക്രൈസ്തവ സഭകൾ സംയുക്തമായി നടത്തുന്ന പ്രതിഷേധ മാർച്ച്. വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ, ഒപ്പം തന്നെ വിവിധ സംഘടനകളുമുണ്ട് അവർ ഈ വിഷയത്തിൽ നടത്തുന്നത്. മനീഷ്, വിവരങ്ങൾ. അനുജ, നിലവിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും ഈ റാലി ആരംഭിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് വിശ്വാസികളൊപ്പം തന്നെ മത മേലധ്യക്ഷങ്ങൾ അടക്കമുള്ള വലിയ ജനസമൂഹമാണ് ഇതിനൊപ്പം ഈ കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട്. കേവലം അത് 2 കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് മാത്രമല്ല, രാജ്യത്ത് മുഴുവൻ ഈ രീതിയിൽ ചില കരിനിയമങ്ങൾ കൊണ്ട് എല്ലാ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തി സ്വന്തം രാജ്യത്ത് 2 സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു എന്ന് വേണം ഇതിനെ കാണാൻ. ഇന്ന് അതായിരുന്നു, അങ്ങനെയുള്ള പ്രതികരണമായിരുന്നു ഇന്ന് ഇത് സംബന്ധിച്ച് പല മതമേലധ്യക്ഷന്മാരും പ്രതികരിച്ചത്. അങ്ങനെ രാഷ്ട്രീയമായി BJP ക്രിസ്തീയ സമൂഹങ്ങളെ എങ്ങനെ കാണുന്നു, പക്ഷേ അവരോട് കാണിക്കുന്ന രാഷ്ട്രീയ നാടകമാണെന്ന് തിരിച്ചറിയണമെന്ന ഒരു ബോധ്യമാണ് നിലവിൽ ഇങ്ങനെയുള്ള ചില പരിപാടികളിൽ കൂടെ മനസ്സിലാകുന്ന അടക്കമുള്ള വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ വിവിധ സഭകൾ, അതിന് വലിയ വ്യത്യാസങ്ങളുള്ള എല്ലാ സഭകളും വിശ്വാസികളും ഇതിനൊപ്പം തന്നെ ഈ പ്രതിഷേധ ജാഥയിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ ഇന്ന് ഈ റാലിയിൽ നേതൃത്വം നൽകുന്നത് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ആർച്ച് ബിഷപ്പ്മാരായ തോമസ് ജെ നെറ്റോ, മാർ തോമസ് തറയിൽ, ബിഷപ്പ് ക്രിസ്തുദാസ് തുടങ്ങിയവരാണ് നിലവിൽ ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. ഇന്നലെ തന്നെ ചേർന്ന യോഗത്തിൽ ഇന്ന് ഇങ്ങനൊരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കും എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നത് സൂചനയാണ്. 6 ദിവസമായി കന്യാസ്ത്രീകൾ ജയിലറയ്ക്കുള്ളിലാണ്. ഇന്നലെ അവരുടെ ജാമ്യം നിഷേധിച്ചു. ഇന്നാണെങ്കിൽ ആ ജാമ്യം പരിഗണിക്കുന്ന തീയതി മാറ്റിവെച്ചു. അങ്ങനെ BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ് 2 സ്ത്രീകൾക്ക് ഈ രീതിയിൽ അവരെ ക്രൂശിക്കപ്പെടുകയും അവർ രാജ്യത്ത് തന്നെ അപമാനിക്കപ്പെടുകയും ചെയ്തത്? ഒപ്പം തന്നെ മതപരിവർത്തന നിരോധന നിയമം അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു സംഭവം മാത്രമല്ല, ഒറ്റപ്പെട്ട സംഭവമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ, കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ക്രൈസ്തവ മേഖലയിലുള്ള ആളുകൾ ക്രൈസ്തവരെ തന്നെ ഈ രീതിയിൽ ആക്രമിക്കുന്നു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള ആരോപണം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് രാവിലെ കാതോലിക്ക ബാവ പറഞ്ഞത് ഇതിന് നീതിയുക്തമായൊരു നടപടി ഉണ്ടാകട്ടെ, അതിനുശേഷം അത് ഇനി ചായ കൂടി, അതായത് പല അരമനകളിലൊക്കെ തന്നെ ഈ വ്യക്തി അവരോടൊപ്പം ചേർന്ന് അവരുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. ഇനി അത്തരത്തിൽ നീതിയുക്തമായ നടപടിക്ക് ശേഷം അത് ചായ കൂടി. ഇങ്ങനെയുള്ള കാര്യത്തിൽ നീതിയുക്തമായ നടപടി ഉണ്ടാകട്ടെ, അല്ലാത്ത ചങ്ങാത്തം തങ്ങൾക്കിനി എന്തിനാണ് എന്ന മുന്നറിയിപ്പ് കൂടി BJP നേതൃത്വം നൽകുകയാണ്. ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ് ന്യൂനപക്ഷ പീഡനം നടത്തിയത്, അരമനകളിൽ കയറി ഇറങ്ങിയതും അത്തരത്തിൽ ഉള്ള സന്ദർശനം നടത്തിയതുമൊക്കെ തന്നെ രാഷ്ട്രീയ ഉണ്ടായിരുന്നു എന്ന വലിയ വിമർശനം ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അപ്പോഴാണ് തലസ്ഥാനത്ത് പരസ്യ പ്രതിഷേധവുമായി സഭാ നേതൃത്വം ഒന്നടങ്കം ഈ രീതിയിലെത്തുന്നത്. അങ്ങനെ രാജ്ഭവനിലേക്ക് ഒരു സൂചനാ മാർച്ച് നടത്തുകയാണ്. വരും ദിവസങ്ങളിൽ അത് വലിയ പ്രതിഷേധ മാർച്ചായി മാറും. അങ്ങനെ BJPയുടെ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നു എന്ന വലിയ വിമർശനം, ഒപ്പം തന്നെ കന്യാസ്ത്രീയുടെ മോചനം നീളും തോറും അത് BJP സംസ്ഥാന കേരള ഘടകത്തിന് നേർക്ക് ഉയരുന്ന വലിയ ചോദ്യങ്ങളായി മാറും, മൂർച്ചയേറിയ ചോദ്യമായി മാറും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടി കിടഞ്ഞ് പരിശ്രമിക്കുകയാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പക്ഷേ ഈ രീതിയിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടക്കം ഇവർ മതപരിവർത്തനം നടത്തി, ആൾമാറാട്ടം നടത്തി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിലാണ് എങ്ങനെ ഒരു പോംവഴി ഇതിനുണ്ടാകുമെന്ന ആലോചന ഉണ്ടാകുന്നത്, BJP പാളയത്തിൽ തന്നെ ഉണ്ടാകുന്നത്. അപ്പോഴിതാ സഭാ നേതൃത്വം ഒന്നടങ്കം തലസ്ഥാനത്ത് പരസ്യമായി പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ്. അതാണ് പ്രത്യക്ഷ സമരം. അതിപ്പോൾ ഒരു സൂചനാ പ്രതിഷേധ റാലി എന്ന തരത്തിലേക്കാണ് ഇന്ന് പാളയത്ത് നിന്ന് രാജ്ഭവനിലേക്ക് നടത്തുന്ന റാലിയെ കാണേണ്ടത്. വരും
ദിവസങ്ങളിലൊക്കെ ഈ പ്രതിഷേധം കടുക്കുമെന്നുള്ളതാണ്. കാരണം കൃത്യമായ തന്നെ രാഷ്ട്രീയ നിലപാട് ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ട് ക്രൈസ്തവ സഭകൾ. ഇത്തരം കാര്യങ്ങളിലൊക്കെയുള്ള നീക്കങ്ങൾ എങ്ങനെയാകും എന്നതനുസരിച്ചാകും തങ്ങളുടെ അടുത്ത തീരുമാനങ്ങൾ, നീക്കങ്ങൾ എന്നത് സൂചന, മുന്നറിയിപ്പൊക്കെ അവർ നൽകുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. റിനു ശ്രീധർ കൂടിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. റിനു, രാജ്ഭവനിലേക്ക് നടക്കുന്നത് ഒരു വലിയ മാർച്ച് തന്നെയാണല്ലേ? കാരണം ഒട്ടേറെ പേർ പങ്കെടുക്കുന്നുണ്ട്, വിശ്വാസികളും ഒപ്പം പുരോഹിതരും ഒക്കെയുണ്ട്. വായ മൂടിക്കെട്ടിയുള്ള ഈ പ്രതിഷേധത്തിൽ കുട്ടികളെ പോലെ ഉള്ളവരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വലിയൊരു ജനക്കൂട്ടം ഇതിലുണ്ട്, വിശ്വാസികളൊക്കെ ഉൾപ്പെടെ. തീർച്ചയായും, അതായത് കന്യാസ്ത്രീമാരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കാത്തലിക് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അല്പസമയം മുമ്പാണ് രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചത്. രാജ്ഭവന് മുന്നിൽ ഈ റാലി അവസാനിക്കും എന്നുള്ളതാണ്. അതായത് മുതിർന്ന സഭാ മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവരുടെ വായെല്ലാം തന്നെ മൂടിക്കെട്ടി ഈ മൗനം പാലിച്ചുകൊണ്ടാണ് ഈ ഒരു റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. റാലിയിൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസോലിയസ് ക്ലെമീസ് കത്തോലിക്ക ബാബയും ആർച്ച് ബിഷപ്പ്മാരായ തോമസ് നെറ്റോയും മാർ തോമസ് തറയിലും അതുപോലെ തന്നെ ബിഷപ്പ് ക്രിസ്തുദാസ് തുടങ്ങിയവരുമാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഇവർ ആരോപിക്കുന്നത് ഈ 6 ദിവസമായി ഈ കന്യാസ്ത്രീമാർ തുറങ്കലിലാണ്. അതായത് അനാവശ്യമായി പോലീസ് ഈ മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ട് ജയിലിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. കോടതിയിൽ പോലും ഇവർക്ക് പോകുവാൻ വേണ്ടി കഴിയുന്നില്ല, കോടതി പോലും കൈമലർത്തുന്ന ഒരു സാഹചര്യം എന്നതാണ് ഉൾപ്പെടെ ഇവർ ഉന്നയിക്കുന്ന ആരോപണം. നമുക്കറിയാം, മണിപ്പൂരിൽ ഉൾപ്പെടെ അസാമിൽ ഉൾപ്പെടെ ക്രൈസ്തവ സഭകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെ ഉണ്ടായി. അപ്പോഴും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം കേരളത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും ഒരു മറുപടി പറയാൻ സംസ്ഥാനത്തെ BJPക്ക് അടക്കമായില്ല എന്നുള്ളതാണ്. നിലവിൽ സംസ്ഥാനത്തെ BJP അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യം. സംസ്ഥാന BJP ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. അവർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് വിഭിന്നമാണ്. ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. തലസ്ഥാനത്ത് പ്രതിഷേധ റാലി നടക്കുകയാണ്. സംയുക്ത പ്രതിഷേധമാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ.